പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ധ്യാൻ മിത്രയുടെ അടുത്തേക്ക് വന്ന് ഇടുപ്പിൽ കൈകുത്തി അവളുടെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. അത് പിന്നെ വാഷ്റൂം വരെ പോയതാ. മിത്ര ആവശ്യത്തിൽ കൂടുതൽ വിനയം മുഖത്ത് വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, ഇപ്പൊ വാഷ്റൂം ലൈബ്രറിയിലേക്ക് മാറ്റിയ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. കണ്ടു അല്ലേ? ധ്യാൻ പറഞ്ഞത് കേട്ട് മിത്ര അവനെ നോക്കി പല്ലടിച്ചുകൊണ്ട് ചോദിച്ചതും ധ്യാൻ അതേന്ന രീതിയിൽ തലയാട്ടി. ഏതായാലും കയറി വാ. ധ്യാൻ വഴിമാറി കൊടുത്തുകൊണ്ട് പറഞ്ഞതും മിത്ര അവനെ നോക്കി സൈക്കിളിൽ നിന്ന് വീണൊരു ചിരി പാസാക്കി വേഗം ബാക്ക് സീറ്റിലിരിക്കുന്ന രാധവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോഴാണ് പിശാചി നീ വരുന്നത്? രാധു മിത്രയെ നോക്കി പല്ല് കടിച്ച് ചോദിച്ചു. സോറി മുത്തേ, ഏതായാലും ഞാൻ വന്നില്ലേ, കൂൾ ഡൗൺ. മിത്ര രാധവിൻ്റെ കവളിൽ പിടിച്ച് വലിച്ചു പറഞ്ഞു. അല്ല, നീ എന്തിനായിരുന്നു പോയത്? മിത്രയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് രാധ ചോദിച്ചു. ഗ്യാപ്പ് കണ്ടപ്പോൾ ഒരു ഗോൾ അടിക്കാൻ പോയതാ. എന്നിട്ട് എന്താകാൻ, അങ്ങേരനെ ഓടിച്ചിട്ട് വിട്ടു. മിത്ര ഒന്ന് വിശ്വസിച്ച് സങ്കടത്തോടെ പറഞ്ഞു. നിനക്ക് അങ്ങനെ തന്നെ വേണടി. നിന്റെ ജീവിതേ ഉപ്പില്ലാത്ത കഞ്ഞി എന്ന പോലെ റൊമാൻസ് ഇല്ലാത്ത ജീവിതമായി തീരൂടി. രാധ ചിരി അടക്കി മിത്രയെ നോക്കി കളിയാക്കി പറഞ്ഞതും ദേഷ്യം വന്ന മിത്ര രാധുവിന്റെ കയ്യിൽ അമർത്തി ഒരു പിച്ച് വെച്ച് കൊടുത്തു. പെട്ടെന്ന് വേദന എടുത്ത രാധ ക്ലാസ് ആണെന്ന് പോലും ശ്രദ്ധിക്കാതെ ഒച്ച വെച്ച് പോയി. അനുരാധ! ധ്യാന്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും രാധ വേഗം വാ പൊട്ടി ചാടി എണീറ്റു. എല്ലാവരുടെയും ശ്രദ്ധ തന്നിലാണെന്ന് അറിഞ്ഞതും രാധ എല്ലാവരെയും നോക്കി പല്ലിളിച്ച് കാണിച്ചു. എന്താ അവിടെ ഒരു ബഹളം? അത് പിന്നെ മാഷെ, എന്നെ ഒരു ഉറുമ്പ് കടിച്ചതാ. രാധ നിഷ്കളങ്കതയോടെ പറഞ്ഞത് കേട്ട് ധ്യാനിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഗെറ്റ് ഔട്ട് മൈ ക്ലാസ്, ഇഡിയറ്റ്! ധ്യാൻ ദേഷ്യത്തിൽ അലറി. ഇങ്ങനത്തെ ദിവസം എന്നെ കേട്ടോട്ടടിച്ചില്ലേ ഉറക്കം വല്ലതും തോന്നുന്നു. രാധും ഇത്രയും ദേഷിച്ച് നോക്കി പെറുപെറുത്ത് ധ്യാനെ നോക്കി പുച്ഛം വാരി വിതറി ക്ലാസ്സിന് മുന്നിൽ പോയിരുന്നു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിറങ്ങിയത് ഡേവിഡിനെ കണ്ട് മിത്രയുടെ മുഖം വീർത്തു. മിത്ര ഡേവിഡിനെ മൈൻഡ് ചെയ്യാതെ വേഗം പോയി കാറിൽ കയറിയിരുന്നു. അന്ന് ഫുട്ബോൾ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് ഡാനിയും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. മിത്ര ഡേവിഡിനെ നോക്കി മുഖം വീർപ്പിച്ച് ഡാനിയോട് സംസാരിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞ് കുഞ്ഞൂട്ടം കൂടി കയറിയതും മിത്ര ഡേവിയെ പൂർണ്ണമായി ഒഴിവാക്കി അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ഇതൊക്കെ ഡേവി കാണുന്നുണ്ടെങ്കിലും അവളുടെ വീർത്ത് മുക്കുന്ന മുഖം കണ്ട് ചെറു ചിരിയോട് അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. വീട്ടിലെത്തി കാപ്പി കൂടി കഴിഞ്ഞതും ഡാനി ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകാൻ തയ്യാറായതും കുഞ്ഞൂട്ടൻ പതിയെ ഡേവിഡിന്റെ അടുത്തേക്ക് വന്നിരുന്നു. ചേട്ടായി! ഫോണിൽ നോക്കിയിരിക്കുന്ന ഡേവിഡിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞൂട്ടൻ വിളിച്ചു. എന്നതാടാ? ഡേവിഡ് അവന്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഡെന്നിച്ചന്റെ കൂടെ ഞാനും കളിക്കാൻ പോട്ടെ? കുഞ്ഞൂട്ടന്റെ ചോദ്യം കേടുന്ന ഡേവിഡ് അവനൊന്ന് ഇരുത്തി നോക്കി. വേണ്ട, നിനക്ക് നാളെ ക്ലാസ് ടെസ്റ്റ് ഉള്ളതല്ലേ, മറ്റേക്ക് പോയി ഫ്രഷ് ആയിട്ട് ആ ബുക്ക് എടുത്ത് പഠിക്കാൻ നോക്ക്. ഡേവിഡ് പറഞ്ഞത് കേട്ട് കുഞ്ഞൂട്ടന്റെ മുഖം പാടി. ഞാൻ വേഗം വരും, എന്നിട്ട് പഠിച്ചോളാം പ്ലീസ് ചേട്ടായി, എൻ്റെ പൊന്നല്ലേ. കുഞ്ഞൂട്ടൻ ഡേവിഡിനെ സോപ്പിട്ട് മയക്കിക്കൊണ്ട് പറഞ്ഞു. വേഗം വന്നോളണം, ഇല്ലെങ്കിൽ നല്ലത് കിട്ടും നിനക്കേ. കുഞ്ഞൂട്ടന്റെ പതപ്പിക്കൽ സഹിക്കവയ്യാതെ ഡേവിഡ് അവസാനം സമ്മതിച്ചു. ഞാൻ വേഗം പോയി വന്നോളാം ചേട്ടത്തി, ഞാൻ കളിക്കാൻ പോയിട്ട് വരാമേ. ഡേവിഡ് സമ്മതിച്ച സന്തോഷത്തിൽ കുഞ്ഞൂട്ടൻ ഡേവിഡിന്റെ കവളിൽ അമർത്തി ചുംബിച്ചു. അതും പറഞ്ഞ് ഉള്ളിലുള്ള മിത്രയെ കേൾക്കാനായിട്ട് നീട്ടി വിളിച്ച് പറഞ്ഞ് ഡാനിയുടെ കൂടെ പോയി. ഇരുവരും പോയതും ഡേവിഡ് ഫോൺ ഓഫാക്കി വെച്ച് ഉള്ളിലേക്ക് നടന്നു. കിച്ചണിൽ നിന്നും തട്ടലും മുട്ടലും കേട്ട് അങ്ങോട്ട് ചെന്ന് ഡേവിഡ് കാണുന്നത് രാത്രിയിലേക്ക് വേണ്ട കറിക്കുള്ള വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന മിത്രയാണ്. അവളുടെ പിണക്കം ആലോചിച്ചതും ഡേവിഡ് കള്ളച്ചിരിയോടെ ഉടുത്തിരുന്ന് മുണ്ടു മടക്കി കുത്തി മീശ പിരിച്ച് മിത്രയുടെ അടുത്തേക്ക് നടന്നു. പിന്നിലൂടെയായി അവളുടെ വായിലൂടെ കൈ ചുറ്റി അവളെ തന്നെ നെഞ്ചോട് ചേർത്തതും ആളെ മനസ്സിലായതുപോലെ മിത്രയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്താ? മിത്ര ചുണ്ടിൽ വിരിഞ്ഞ് പുഞ്ചിരി ഒളിപ്പിച്ച് ഗൗരവത്തിന്റെ മൂടുപടമണിഞ്ഞ് ഡേവിയെ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. നിനക്കെന്നോട് പിണക്കാണ് ദേവ? മിത്രയുടെ തോളിൽ താടി കുത്തിയിരുന്ന് അവളുടെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. ഞാൻ ആരോട് പിണക്കൊന്നുമല്ല. നമ്മൾ പിണങ്ങിയാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ പിണങ്ങി നടക്കുന്നത്? മിത്ര ഷോൾഡർ ഇറക്കി ഡേവിഡിന്റെ മുഖം തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? പിണക്കല്ലെങ്കിൽ പിന്നെ എന്നതാ ദേവ ഈ മുഖം ഇങ്ങനെ വേർതിരിക്കുന്നത്? ഡേവിഡ് മിത്രയുടെ കവളിൽ ചൂണ്ടുവിരൽ കുത്തി ചിരിയോടെ ചോദിച്ചു. ഒന്ന് പോയേ ചായ, എനിക്ക് പണിയുണ്ട്. മിത്ര ഡേവിഡിന്റെ കൈകൾ എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കോളേജിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കൊച്ചേ ഇപ്പം ഈ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ. കാണാൻ കുറിച്ച് ഓടി വന്നപ്പോൾ ഈ ഞാൻ ഒടുക്കത്തെ ജാട. മിത്ര മുഖം വീർപ്പിച്ച് പരിഭവ കണക്ക് പറഞ്ഞത് കേട്ട് ഡേവിഡിന്റെ മുഖത്ത് ചിരി കൂടി. ജാടായിട്ടൊന്നല്ല ദേവ, അത് കോളേജല്ലേ,
നീ എങ്ങനെയൊക്കെ വന്ന് പ്രലോഭിപ്പിക്കുമ്പോൾ ഒരു വിധത്തിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഈ ചാൻ കള്ളം പറയണ്ട, രാധ പറഞ്ഞത് ശരിയാ. ഈ ചാൻ ശരിക്കും ഒരു അണ്ടർമാരൊക്കെ മൂരാച്ചിയാ. അത് പറഞ്ഞ് മിത്ര മുഖം വീർപ്പിച്ചു. ആണോ ദേവ? എന്നിട്ട് നിനക്ക് അങ്ങനെ തോന്നിയോ? അവൻ അവളുടെ തോളിൽ താടിയൂന്ന് അവളുടെ കാതിലായി ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ ചുരുനിശ്വാസം കാതിൽ തട്ടിയപ്പോൾ അവൾ വിറച്ചു പോയി. അവന്റെ ചുണ്ടുകളിൽ അവളുടെ പെൺകിടത്തിൽ അമർന്നു. അവളിൽ നിന്നൊരു ഏങ്ങലുണ്ടായി. ആ സമയം പെട്ടെന്ന് അവൾ തിരിഞ്ഞവനെ കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെ നോക്കല്ലേ പെണ്ണി, നിന്നെ ഞാൻ കടിച്ചു തിന്നു. ദേവി മിത്രയെ ഉയർത്തി സ്ലാബിൽ നിർത്തിക്കൊണ്ട് അവളോട് ചേർന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ച് മിത്രയുടെ കവളിൽ കടിച്ചു. സോറി ദേവ, ഒരു നിമിഷം എൻ്റെ കൈവിട്ടു പോയി. മിത്രയുടെ കാതിൽ മുത്ത് ദേവി പറഞ്ഞതും മിത്ര ഒന്നും പറയാതെ അവനെ നെഞ്ചിലേക്ക് മുഖം മുഴുത്തി ദേവി ഇട്ടിരിക്കുന്ന ബനിയനിൽ മുറുകെ പിടിച്ച് നെഞ്ചിരിപ്പ് വരുതിയിലാക്കാൻ ശ്രമിച്ചു. ദേവ കുറച്ച് കഴിഞ്ഞതും അവളെ നോക്കിയായെന്ന് കണ്ടതും ഡേവിഡ് മിത്രയുടെ മുഖം ഉയർത്തിക്കൊണ്ട് വിളിച്ചു. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ നാണിച്ചുകൊണ്ടൊന്ന് മൂളി. ഇപ്പം എന്ത് തോന്നുന്നു എൻ്റെ കൊച്ചിന്? നിന്റെ ചായ നണ്ടുമാൻ്റെയൊക്കെ മൂരാച്ചി അല്ല പെണ്ണെ. നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു വിധത്തിലാണ് ഞാൻ അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. നിനക്കറിയോ, ഇതിനു മുമ്പൊക്കെ നീ എന്നെ ഓരോന്നും കാട്ടിക്കൂട്ടുമ്പോൾ ഒരു തരത്തിലാണ് ഞാൻ പിടിച്ചു നിന്നത്. നമ്മൾ മാത്രമുള്ളപ്പോൾ മതി ദേവ നമുക്കിടയിലുള്ള നിമിഷങ്ങൾ. ഇല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ തന്നെയാണ് അത് ബുദ്ധിമുട്ട്. ഡേവിഡ് ഒരു കള്ളച്ചിരിയോടെ അവളുടെ ചെന്നൈയിലൂടെ ഒഴുകുന്ന വിയർപ്പ് തുള്ളിയെ ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് നെറുകയിൽ ചുംബിച്ച് ഡേവിഡ് പറഞ്ഞു. മിത്ര നാണത്തോടെ ഡെവിയെ ഇറുകപ്പുറന്ന് നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. അടുത്ത ആഴ്ചയിൽ രാധുവിന് വിവാഹമായതുകൊണ്ട് രാധു ശനിയാഴ്ച തന്നെ രാത്രിയിലേക്ക് തിരിച്ചുപോയി. രാധുവിൻ്റെ കല്യാണം പ്രമാണിച്ച് സൺഡേ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതാണ് കുരിശുമുറ്റത്തുള്ളവർ. സൺഡേ സൂപ്പർ മാർക്കറ്റിൽ തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഐസക്ക് അവരുടെ കൂടെ വന്നില്ലായിരുന്നു. ആദ്യം തന്നെ മിത്രയ്ക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു പോയത്. ഡേവിഡ് സാരി മതിയെന്ന് പറഞ്ഞത് കൊണ്ട് സാരി സെക്ഷനിലേക്കായിരുന്നു നേരെ പോയത്. ഡാനിയും കുഞ്ഞൂട്ടും കൂടി മിത്രയ്ക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങിയതും ഡേവിഡ് അവരുടെ കൂടെ കൂടി. ഒരാൾക്ക് പറ്റുന്നത് മറ്റേയാൾക്ക് പറ്റില്ല. അങ്ങനെ സമയം നീണ്ടുപോയി. കുറേ സമയത്തെ തെരച്ചിലിന് ശേഷം ഒരു മയിൽപ്പീലി കളറിൽ ബീഡ്സ് വരുന്ന സാരി കണ്ടതും അവർക്ക് മൂവർക്കത് ഇഷ്ടമായി. മിത്രയെ കാണിച്ചതും അവൾക്ക് ആ സാരി ഇഷ്ടമായെന്ന് അവളുടെ വിടർന്ന കണ്ണിൽ നിന്നും അവർക്ക് മനസ്സിലായി. മിത്രയ്ക്ക് എടുത്തു കഴിഞ്ഞതും പിന്നെ ഡേവിഡിനും ഡാനിക്കും കുഞ്ഞൂട്ടിനും കൂടുതൽ അപ്പച്ചനുള്ളത് എടുത്ത് ബില്ല് പേ ചെയ്തിറങ്ങിയതും ഡാനിയും കുഞ്ഞൂട്ടിനും ഡെവിയെ സോപ്പിട്ട് എല്ലാവരും കൂടി സിനിമക്ക് കയറി. സിനിമ കണ്ട് ഇറങ്ങിയതും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ച് അവർ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. വൈകുന്നേരമായതുകൊണ്ട് ബീച്ചിൽ അത്യാവശ്യം ആളുകളുണ്ടെങ്കിലും ഡാനിയും കുഞ്ഞൂട്ടും മിത്രയും ബീച്ചിലെത്തിയ ഉടനെ തന്നെ അവരെ ശ്രദ്ധിക്കാതെ വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിരുന്നു. ഡെവിയെ കുറെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വിളിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി മണലിൽ അവളെ കളി നോക്കിയിരുന്നു. മിത്രയും ഡാനിയും കുഞ്ഞൂട്ടും പരസ്പരം വെള്ളം തേക്കി നനക്കാനും സെൽഫി എടുക്കാനും റീൽസ് എടുക്കുകയൊക്കെ ചെയ്ത് ഓരോ നിമിഷവും സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു. ഇടയ്ക്കൊക്കെ അവർ ഡേവിഡിനെ പിന്നെയും വിളിച്ചുവെങ്കിലും അവനില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. എന്നാൽ കുറച്ചകലെ നിന്നിരുന്ന മിത്രയുടെ ഏട്ടൻ ദേവന്റെ കണ്ണുകൾ അവരിൽ തന്നെയായിരുന്നു. പാട്ടി പറഞ്ഞതൊക്കെ ഓർത്ത് അവന്റെ കണ്ണിൽ
ഡേവിഡിനോടും കുടുംബത്തിനോടുള്ള ദേഷ്യവും പകയും നിറഞ്ഞപ്പോൾ ആ അന്ധതയിൽ തൻ്റെ കുഞ്ഞിപ്പെങ്ങളുടെ മുഖത്തെ സന്തോഷം അവൻ്റെ കണ്ണിലുടക്കിയില്ല. നാളെയാണ് രാധുവിൻ്റെ വിവാഹം. കാലത്ത് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് മിത്ര. വേണ്ടതെല്ലാം എടുത്തില്ലേ ദേവ? കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി മുടഞ്ഞിരുന്ന മിത്രയെ നോക്കി റൂമിലേക്ക് കയറി വന്നുകൊണ്ട് ഡേവി ചോദിച്ചു. എല്ലാം എടുത്തിച്ചായ? ഇനി ഒന്നുമില്ല. മിത്ര മുടിയുടെ തുമ്പ് ബണ്ണിട്ട് കൊണ്ട് പറഞ്ഞു. ആ ഏതായാലും വേഗം റെഡിയായി താഴേക്ക് ചെല്ലേ, അവന്മാർ റെഡിയായി നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഡേവിഡ് മിത്രയോടായി പറഞ്ഞിട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി സ്റ്റാൻഡിൽ വിരിച്ചിട്ട് അലമാരിയിൽ നിന്ന് തേച്ച് മടക്കി വെച്ച് ഒരു ഷർട്ട് എടുത്തിട്ടു. ഈ ചായ? ഡേവിഡ് ഷർട്ടിന്റെ ബട്ടൺസ് ഇടുമ്പോഴാണ് മിത്ര ഡേവിഡിന്റെ പിറകിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ മുതുകിൽ തല ചായ്ച്ചു വെച്ചുകൊണ്ട് വിളിച്ചത്. എന്നതാ ദേവ? ഡേവിഡ് ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് തന്നെ ചോദിച്ചു. ഈ ചായനും അപ്പച്ചനും വരാമായിരുന്നു ഞങ്ങളുടെ കൂടെ. മിത്ര ഡേവിഡിന്റെ മുതുകിൽ കവളുരസിക്കൊണ്ട് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. നിനക്കറിയാലോ ദേവ, ഇന്ന് സേവ്യറങ്ങളുടെ മോളുടെ മിന്നിക്കെട്ടാ, അതിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. മിത്രയെ തിരിച്ച് തന്നെ നെഞ്ചിലേക്കിട്ട് പുണർന്നുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. അറിയാം, എന്നാൽ ഇച്ഛാനില്ലാതെ പോകാനൊരു മടി പോലെ. മിത്ര ഡേവിഡിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് കളിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടി നിന്ന് ചിണങ്ങാതെ പോകാൻ നോക്ക്. ഡേവിഡ് മിത്രയുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും മിത്രയുടെ മുഖം വീർത്തു. ഓ പോവുകയാണ്. മിത്ര മൂക്കും വീർപ്പിച്ച് ഡേവിഡിന്റെ കൈകൾ തട്ടിമാറ്റി അവയിൽ നിന്ന് അകന്നു മാറാൻ നോക്കിയതും ഡേവിഡ് അതിനെ അനുവദിക്കാതെ മിത്രയെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തു. എന്ത് പറഞ്ഞാൽ ഈ മുഖം എന്തിനെങ്ങനെ വീർപ്പിക്കുന്നത്? ഡേവിഡ് പതിയെ മിത്രയുടെ വീർപ്പിച്ച് വെച്ച കവളിൽ പതിയെ കടിച്ചുകൊണ്ട് പറഞ്ഞതും മിത്രയെ അവനെ ചുണ്ടു കൂർപ്പിച്ച് നോക്കി. മിത്രയുടെ കൂർപ്പിച്ച് വെച്ച അതിരങ്ങൾ കണ്ടതും വായിൽ രക്തച്ച് പറഞ്ഞിട്ടും ഇരുവരും പിന്മാറാതെ പരസ്പരം വെറുക്കപ്പെടുന്നു. അതിരങ്ങളിലെ മത് നുകർന്നുകൊണ്ടേയിരുന്നു. ഒടുക്കം ശ്വാസം വില്ലനായതും ഇരുവരും മനസ്സോടെ പരസ്പരം അതിരങ്ങൾ മോചിപ്പിച്ചതും മിത്ര ചുവന്ന മുഖം മറക്കാനെന്നവണ്ണം ഡേവിഡിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അതെ ദേവ, ഇങ്ങനെ നിന്നാ മതിയോ? പോകേണ്ടേ? ഇല്ലേ ട്രെയിൻ പോകേ? ഡേവിഡ് ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ മിത്രയോട് പറഞ്ഞു. അയ്യോ ഞാനൊന്ന് മറന്നു, വേഗം പോകച്ചായ, ഇന്നലെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് ഉടക്കില്ല. ഡേവിഡ് പറഞ്ഞത് കേട്ട് ബോധം വന്നതുപോലെ മിത്ര വഴി നടന്നു മാറിക്കൊണ്ട് പറഞ്ഞ് മുഖം അമർത്തി തുടച്ച് അതും പറഞ്ഞ് മിത്ര ബെഡിൽ റെഡിയാക്കി വെച്ച് ബാഗും എടുത്ത് തോളിലിട്ടു. ഈ ചായ ഞാൻ താഴേക്ക് പോവാം, അമ്മ റെഡിയായി നോക്കട്ടെ. മിത്ര ഡേവിഡിനെ നോക്കി അതും പറഞ്ഞ് താഴേക്ക് പോയതും ഷർട്ടിന്റെ ബട്ടൺ മുഴുവനിട്ട് താടിയും മുടിയും ചീകി സെറ്റാക്കി ഡേവിഡും താഴേക്ക് ഇറങ്ങി.